ആപത്ത് വരുമ്പോൾ അക്രമം പ്രവർത്തിച്ചവരെ മാത്രമല്ല പിടികൂടുന്നത്, അക്രമം പ്രവർത്തിച്ചവരെയും പ്രവർത്തിക്കാത്തവരെയും ഒരുപോലെ പിടികൂടുന്ന അത്യാപത്തുകൾ മനുഷ്യനെ വലയം ചെയ്യുകയാണ്. ഭൂകമ്പം വേണമെന്നില്ല, നേരിയ ഒരു കമ്പനം മതി, നേരിയ ഒരു കമ്പനം മാത്രം. സുമാത്രാ ദ്വീപിന്റെ തൊട്ടടുത്ത് ഭൂമിയുടെ 30 മൈൽ താഴെ വെച്ച് ഒരു പാളി ഒന്ന് മെല്ലെ ഒന്ന് ഇളകിയിട്ടേ ഉള്ളൂ. വലിയ ഒരു ഭൂകമ്പമല്ല, വലിയ ഒരു ചലനമല്ല, വലിയ ഒരു കുലുക്കമല്ല. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമി അതിന്റെ കിടുകിടാ കുലുക്കം കിലുങ്ങുന്ന നേരമെന്ന് പറഞ്ഞ വലിയ കുലുക്കമൊന്നുമല്ല, ഭൂമിയുടെ ഒരു പാളി ഒന്നിളകുക മാത്രം ചെയ്തതാണ്. അപ്പോഴേക്ക് സംഭവിച്ചതെന്താണ്? ലക്ഷങ്ങളുടെ മൃതദേഹമാണ്. മാതാവിന്റെ മാറിടത്തോട് 3 ദിവസം അമ്മിഞ്ഞപ്പാലിന് വേണ്ടി മല്ലടിച്ച കുഞ്ഞ്, നിന്നെ ഓർത്തുകൊണ്ട് മദീനയിലേക്കുള്ള പാത. 3-ാമത്തെ ദിവസം രക്ഷാപ്രവർത്തകർ വരുമ്പോഴാണ് കുഞ്ഞറിയുന്നത്, ഞാൻ 3 ദിവസവും മല്ലടിച്ചത് എന്റെ മാതാവിന്റെ മാറിടത്തിലെ അമൃതകുംഭങ്ങളോടല്ല, മാതാവിന്റെ അമ്മിഞ്ഞപ്പാല് ചുരത്തുന്ന മാറിടത്തോടല്ല, മറിച്ച് 3 ദിവസം ഞാൻ മല്ലടിച്ചത് ജീർണിച്ചു തുടങ്ങിയ എന്റെ മാതാവിന്റെ മൃതദേഹത്തോടാണ്. തിരമാല നക്കിക്കൊണ്ടുപോയ ജീവിതമാണ്. ദുരന്തമേ ദുരന്തം, കമ്പനമേ കമ്പനം, ദുരിതമേ ദുരിതം, അത്യാഹിതമേ അത്യാഹിതം, പ്രതിസന്ധിയേ പ്രതിസന്ധി, പ്രതിബന്ധമേ പ്രതിബന്ധം. രക്ഷാമാർഗം എന്താണ് മനുഷ്യ? എല്ലാം ചവച്ചു തുപ്പിയ മനുഷ്യ, എല്ലാം ഊറ്റിയെടുത്ത മനുഷ്യ, 300 കോടി ജലക്ഷാമം കൊണ്ട് ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കിട്ടിയിട്ടും ഭൂഗർഭത്തിലെ ജലം ഊറ്റിയെടുത്ത് വിഷമാക്കി വിറ്റിട്ട് തിന്ന് മുടിച്ച് തടിച്ചു കൊഴുക്കുന്ന ലോക കുത്തക കമ്പനികളുടെ മുമ്പിൽ നിസ്സഹായനായ മനുഷ്യ, പാവം മനുഷ്യൻ, ദുഃഖിക്കുന്ന മനുഷ്യൻ, തപിക്കുന്ന മനുഷ്യൻ, വിലപിക്കുന്ന മനുഷ്യൻ. ഈ ലോകത്തിന് ശേഷം വേറെ ഒരു ലോകമുണ്ട്, വേറെ ഒരു ജീവിതമുണ്ട്. ഈ ലോകത്തിനൊരന്ത്യമുണ്ട്. സൂക്ഷിക്കണേ, നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന പോലെ മരിക്കാൻ പോകുന്നവരാണെന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പക്ഷേ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ് മനുഷ്യന്റെ അവസ്ഥ. വഖാലൂ മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ, وقالوا ما هي إلا حياتنا الدنيا نموت ونحيا وما يهلكنا إلا الدهر وما لهم بذلك من علم إن هم إلا يظنون. വഖാലു, ദൈവനിഷേധികളും സത്യനിഷേധികളും പറഞ്ഞിരുവല്ലോ നബിയേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒറ്റ ശ്വാസം പോലെ ഒരു സ്വലാത്ത് സദസ്സിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പടർന്ന് പിടിക്കുന്നൊരു സ്വലാത്ത്, മദീനയിലേക്കുള്ള പാതയുടെ കഴിഞ്ഞകാല സദസ്സുകളുടെ ബർക്കത്തിന്റെ സുഹൃതങ്ങളെ ഓർമ്മപ്പെടുത്തുന്നൊരു സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാലു, അവര് പറഞ്ഞു, വമാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ, ജീവിതമെന്ന് പറഞ്ഞാൽ ഈ ഐഹിക ജീവിതം മാത്രമാണ്, ഇവിടെ കാണപ്പെടുന്ന ഈ ജീവിതം മാത്രമാണെന്ന് സത്യനിഷേധികൾ പറഞ്ഞു. നമൂതു വനഹ്യ, നമ്മൾ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. വമാ യുഹ്ലികുനാ ഇല്ലദ്ദഹ്ർ, കാലമല്ലാതെ മറ്റൊന്നും നമ്മെ തകർക്കുകയില്ല, കാലം മാത്രമേ നമ്മെ നശിപ്പിക്കുകയുള്ളൂ എന്നവർ പറഞ്ഞു. വമാ ലഹും ബിദാലിക മിൻ ഇൽമ്, അവർക്കതേക്കുറിച്ചൊരു വിവരവുമില്ല. ഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർ വെറും ഊഹാപോഹം പറയുകയാണ്. പ്രാദേശിക ലോകാവസാനങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഒരു സാർവലൗകികമായ അന്ത്യപ്രളയത്തെ നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്
മനുഷ്യനെ പ്രകൃതി എത്തിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്, ഒരു നെരിപ്പോടിന്റെ മുകളിലാണ് നമ്മുടെ ജീവിതം. വെട്ടിപ്പിടിക്കുന്ന മനുഷ്യൻ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ, എന്തിലും പ്രയോജനം നോക്കിക്കൊണ്ട് പ്രയോജനമുള്ളതിനെ മാത്രം സ്വീകരിക്കുന്ന മനുഷ്യൻ, പ്രയോജനം തരാത്തത് മാതാപിതാക്കളാണെങ്കിൽ ആ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളുന്ന ആധുനിക മനുഷ്യൻ. യൂട്ടിലിറ്റേറിയാനിസത്തിന്റെ കാലഘട്ടം, പ്രയോജനാത്മകവാദത്തിന്റെ കാലഘട്ടം. പ്രയോജനാത്മകത, പ്രയോജനമുള്ളതിനെ മാത്രമേ നിലനിർത്താവൂ. അച്ഛനും അമ്മയും കാശും പണവും തരാനുള്ള ആരോഗ്യത്തോടെ ജീവിക്കുന്നുവെങ്കിൽ അവരെ വീട്ടിൽ പോറ്റിക്കോ. അതിന് കഴിയാത്ത അവശരായി അവരെ മാറിയെങ്കിൽ അവരെ പെടുത്ത് പുറത്തേക്കെറിയണം, അവരുടെ ചാരുക്കസേരയും പുറത്തേക്കെറിയണമെന്ന് പഠിപ്പിക്കുന്ന സാമ്പത്തികവാദം, യൂട്ടിലിറ്റേറിയാനിസം, പ്രയോജനാത്മകവാദം. തിരമാലകൾ നക്കിക്കൊണ്ടു പോകുമ്പോഴെങ്കിലും മനുഷ്യന് അവനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. അനസേ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുകയാണ് പ്രിയപ്പെട്ട സഹാബിയായ യുവാവായ അനസിനെ. അനസേ, ആളുകൾ ഇനി നഗരങ്ങളിൽ പോയി പാർക്കാൻ തുടങ്ങും. അങ്ങനെ അവർ കെട്ടിപ്പൊക്കുന്ന നഗരങ്ങളിൽ ഒരു നഗരമായിരിക്കും ബസറ നഗരം. ആ ബസറ നഗരത്തിൽ നീ പോയിട്ട് പാർക്കരുത്, നീ കടൽ തീരത്ത് പോയി പാർക്കരുത് അനസേ. നീ വിശാലമായ തുറസായ സ്ഥലങ്ങൾ തേടണം അനസേ. കുറെ കാലം കഴിയുമ്പോ നഗരങ്ങൾ ആളുകളെ കൊണ്ട് നിറയുമ്പോ ഭൂചലനങ്ങളും ഭൂമി വിഴുങ്ങലും രാസമഴയും തീരങ്ങളിൽ വർദ്ധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഇത് പരിശുദ്ധ നബിയുടെ തിരുവചനം. പക്ഷേ ഓർക്കാൻ കഴിയുന്നവന് മാത്രമേ ഓർക്കാൻ കഴിയൂ. ലഖദ് ഇസ്തക്ബറൂ ഫീ അൻഫുസിഹിം വഅതൗ ഉതുവൻ കബീറാ. അവർ വലിയ ഗർവ് നടിച്ചു, അവർ സ്വയം അഹങ്കരിച്ചു, അവർ വലിയ ധിക്കാരം കാണിക്കുകയും ചെയ്തു. മനുഷ്യ മഹത്വത്തെ പിച്ചിച്ചീന്തിയെറിയുന്ന ശാസ്ത്രത്തിന്റെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ഉറക്കെ പറയാൻ ആധുനിക മനുഷ്യന് സമയം സമാഗതമായിരിക്കുന്നു. ഭ്രൂണനിർമ്മാണമാണ് ഇന്നത്തെ ശാസ്ത്രജ്ഞന്റെ ഇഷ്ടവിനോദം. ഭ്രൂണനിർമ്മാണം, കുഞ്ഞിന്റെ ഭ്രൂണം, മനുഷ്യന്റെ ഭ്രൂണം, മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപം പ്രാപിക്കുന്ന എംബ്രിയോ. ആ എംബ്രിയോവിനെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പോലെ ലബോറട്ടറിയിൽ നിർമ്മിക്കുന്ന ആധുനിക ശാസ്ത്രജ്ഞൻ. അങ്ങനെ പിതൃത്വമില്ലാതെ പിറക്കുന്ന മക്കൾ, മാതാപിതാക്കളില്ലാതെ ജന്മമെടുക്കുന്ന മക്കൾ. ഭ്രൂണനിർമ്മാണത്തിനെതിരെ ലോകത്തിലെ നിയമനിർമ്മാണ സഭകൾ ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ, അതിനുവേണ്ടി മൂല്യങ്ങളിലേക്കൊരു തിരിച്ചുപോക്ക് സാധിക്കാൻ കഴിഞ്ഞ മാർച്ച് 22 ലോക ജലദിനം മദീനയിലേക്കുള്ള പാതയിലിരുന്നു കൊണ്ട് ലോകത്തെ ഇന്ന് ഏറ്റവും അലട്ടുന്ന മനുഷ്യന്റെ ദുഃഖങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മറക്കാൻ കഴിയാത്ത ദിനം കഴിഞ്ഞ മാർച്ച് 22 ലോക ജലദിനം. ലോകത്ത് മുഴുവൻ വെള്ളത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഒരു ദിവസം. ആ മാർച്ച് 22 ശേഷം 2015 മാർച്ച് 22 വരെയുള്ള കാലഘട്ടം ജലദശകം. വെള്ളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാത്രം മനുഷ്യരാശിയെ ഓർമ്മപ്പെടുത്താൻ ഒരു 10 കൊല്ലം. കഴിഞ്ഞ മാർച്ച് 22 മുതൽ 2015 മാർച്ച് 22 വരെ ജലദശകം, ദ ഡിക്കേഡ് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, അതിനെക്കുറിച്ച് പഠനം നടത്താൻ ഒരു 10 കൊല്ലം. എന്താണ് ആ 10 കൊല്ലത്തിനിടയിൽ പരിഹരിക്കപ്പെടേണ്ടത്? 200 കോടി വരുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ കുടിവെള്ളമില്ല. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിനിടയിൽ 2 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഉയർന്നിരിക്കുന്നു. ഹിമാലയത്തിലെ മഞ്ഞ് ഉരുകാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് വലിയ വെള്ളപ്പൊക്കങ്ങൾ വരും കാലങ്ങളിൽ സംഭവിക്കാൻ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. 15 മീറ്ററാണ് ഒരു വർഷത്തിൽ ഹിമാലയം ഉരുകിക്കൊണ്ടിരിക്കുന്നത്. കളിമഞ്ചാരോ
ആഫ്രിക്കയിലെ ഇന്നോളം ഒരു ക്ഷീണവും പറ്റാതെ നിലകൊള്ളുന്ന കിളിമഞ്ചാരോ പർവ്വതനിരകൾ കഴിഞ്ഞ 20 വർഷം കൊണ്ട് കിളിമഞ്ചാരോവും ഉരുകാൻ തുടങ്ങിയിരിക്കുന്നു. ചൂട് വർദ്ധിക്കുകയാണ്, പുറത്തിറങ്ങാൻ വയ്യാതായി. പട്ടാപ്പകൽ ജോലി ചെയ്യുന്ന പാവങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കാൻ വയ്യാതായി. വീടുകളിൽ അർദ്ധരാത്രി വിശ്രമിക്കുന്ന മനുഷ്യൻ പോലും വിയർക്കുന്ന നാടായിട്ട് ഈ സുന്ദരമായ കേരളത്തെയും നാം മാറ്റി. കിളിമഞ്ചാരോ പർവ്വതത്തിലെ മഞ്ഞ് കവചം ഉരുകിത്തുടങ്ങുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ ലോകത്ത് സ്ഥിരമായ വരൾച്ച വരുമെന്ന് ഭീതിയോടെ നാം അറിയുമ്പോൾ, വെള്ളത്തിന്റെ ക്ഷാമം വൈദ്യുതി ഉൽപാദനത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് നാം പഠിക്കുമ്പോൾ, അപ്പോഴും ഭൂഗർഭത്തിലെ ജലം ഊറ്റിയെടുക്കുന്ന ചൂഷണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഭാഗത്ത് ആർത്തി, ഭോഗാസക്തി, ഭൗതിക പ്രമത്തത, ക്ഷണപ്രഭാ ചഞ്ചലമായ സുഖാലസ്യങ്ങൾ, പ്രകൃതിയോടുള്ള ചൂഷണത്തിന്റെ മനസ്ഥിതി, ദേഹപൂജയുടെ കാലഘട്ടം, ദാഹിച്ച് അലയുന്ന ദേഹിയെ അവഗണിക്കുന്ന കാലഘട്ടം, ദേഹിയെ വേണ്ട ദേഹത്തെ മതി, ദേഹത്തെ കുളിപ്പിച്ച് ദേഹത്തെ അലങ്കരിച്ച് ദേഹത്തെ മുഴുവൻ പോഷണം ചെയ്തെടുക്കുന്ന ഭോഗാസക്തിയുടെ കാലഘട്ടം, മനുഷ്യന് വയറ് മാത്രം മതി എന്ന് പഠിപ്പിക്കുന്ന ഗണിതത്തിന്റെ കാലഘട്ടം, ബുദ്ധിയും ഹൃദയവും വയറിലേക്ക് ഊർന്നിറങ്ങുന്ന കാലഘട്ടം, ആമാശയമാത്രപ്രധാനമായ ലോകത്ത് ആശയങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്ന ജീവിതഘടന, കുളിമുറി അലങ്കരിക്കുന്ന കാലഘട്ടം, ഹൃദയത്തെ അലങ്കരിക്കാൻ മറന്നുപോകുന്ന കാലഘട്ടം, ചിന്താപരമായ വാമനത്വത്തിന്റെ കാലഘട്ടം, ഉയർന്ന ചിന്തയിലേക്ക് പോകാൻ കഴിയാത്ത കാലഘട്ടം, ഇൻസ്റ്റന്റും ഇന്റർനെറ്റും അരങ്ങു തകർക്കുന്ന കാലഘട്ടം, ആധുനിക യാന്ത്രികത നാണയത്തുട്ടിനെയും കമ്പോള സംസ്കാരത്തെയും മാത്രം സ്നേഹിച്ചപ്പോ അതുവഴി ഉണ്ടായ ആഗോളീകരണം പോലുള്ള പ്രതിഭാസങ്ങൾ വഴി ഭക്ഷണത്തിൽ വിഷം ചേർത്ത കാലഘട്ടം, വാഴ കൊലക്കുന്നതിന് മുമ്പ് വാഴ നടുമ്പോൾ മണ്ണിൽ രാസപദാർത്ഥം, പിന്നെ വാഴ തൂമ്പെടുക്കുമ്പോൾ തൂമ്പിലും രാസപദാർത്ഥം, വാഴ കൊലക്കാൻ പോകുന്നുവെന്നറിയുമ്പോൾ കൊലയുടെ നാമ്പിലും രാസം, അത് കഴിഞ്ഞ് കൊലച്ചു കഴിയുമ്പോ തട്ട പൊട്ടിച്ചിട്ട് രാസപദാർത്ഥം മരുന്ന് കെട്ടും പോലെ ഒട്ടിച്ച് ചേർക്കുന്ന കാലഘട്ടം,